നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബിജെപി സ്ഥാനാർത്ഥിയായ തന്നെ അംഗീകരിക്കാത്ത മമ്മൂട്ടിയോട് പിണങ്ങി അൽഫോൺസ് കണ്ണന്താനം. മമ്മൂട്ടിയെ ഇതിന്റെ പേരിൽ വിമർശിക്കുകയും ചെയ്തു അൽഫോൺസ്. എറണാകുളം മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥികളെ കുറിച്ച് നടൻ മമ്മൂട്ടി നടത്തിയ പരാമർശത്തിനെതിരെയാണ് കണ്ണന്താനം രംഗത്ത് വന്നത്. UDF LDF സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന് വോട്ട് ചെയ്ത് പുറത്തു വന്നതിന് ശേഷം മമ്മൂട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. LDF സ്ഥാനാർത്ഥി P രാജീവിനെയും UDF സ്ഥാനാർത്ഥി ഹൈബീഡിനെയും ഇടതും വലതും നിർത്തിയായിരുന്നു മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ. ഇതിൽ അതൃപ്തി തോന്നിയ കണ്ണന്താനം മമ്മൂട്ടിയോട് പറയുന്നത് ഇങ്ങനെ: മമ്മൂട്ടി കാണിച്ചത് അപക്വമായ നടപടിയാണ്. ഒരു സീനിയർ നടനല്ലേ, വലിയ ഒരാളല്ലേ, 10-40 വർഷമായി ഹീറോ ആയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനറിയാം ഇവിടെ 3 സ്ഥാനാർത്ഥികളുണ്ടെന്ന്. 2 സ്ഥാനാർത്ഥികളെ പിടിച്ചു നിർത്തി ഇവർ രണ്ടുപേരും കൊള്ളാം, അങ്ങനെ പറയുന്നത് ശരിയല്ല, കണ്ണന്താനം പറയുന്നു. എറണാകുളം ജില്ലയിലെ BJP സ്ഥാനാർത്ഥിയാണ് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. മണ്ഡലം മാറി വോട്ട് തേടി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് വൻ വാർത്തയായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ കണ്ണന്താനം KSRTC ബസ്സിലാണ് സ്വന്തം മണ്ഡലത്തിലേക്ക് പോയത്. പക്ഷെ ബസ് ഇറങ്ങി ആദ്യം വോട്ട് അഭ്യർത്ഥിച്ചത് ചാലക്കുടി മണ്ഡലത്തിലെ ആലുവയിലായിരുന്നു. എന്നാലും ചലച്ചിത്ര മേഖലയിൽ ഇത്രയും സ്വീകാര്യനായ വ്യക്തി തന്നെ പരിഗണിക്കാത്തതിൽ കണ്ണന്താനം ഏറെ ദുഃഖിതനാണെന്ന് വ്യക്തം. തീർന്നില്ല, മറ്റൊരു ഡയലോഗ് കൂടി കണ്ണന്താനം അങ്ങ് ചേർത്തു. ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു നടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമാണ്. അദ്ദേഹത്തെ കാണാൻ പോകാതിരുന്നതാകാം പ്രശ്നം. ഞാൻ മോഹൻലാലിനെ കാണാൻ പോയിരുന്നു, അതിൽ അദ്ദേഹത്തിന് ഒരു ഹുങ്ക് കാണുമായിരിക്കും. പ്രചരണാർത്ഥം പല പ്രമുഖരും മോഹൻലാലിനെ സന്ദർശിച്ചിരുന്നു. കണ്ണന്താനത്തെ കൂടാതെ തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, എറണാകുളം ഇടതുമുന്നണി സ്ഥാനാർത്ഥി P രാജീവ് എന്നിവരും മോഹൻലാലിനെ സന്ദർശിച്ചിരുന്നു. എന്തായാലും മോഹൻലാലിനെ കാണാൻ പോയതുകൊണ്ടാണ് മമ്മൂട്ടി തന്നെ പരാമർശിക്കാത്തതെന്നുള്ള ഇത്രയും നിഷ്കളങ്കമായ അഭിപ്രായം കണ്ണന്താനത്തിനെ പറയാൻ കഴിയൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.